सरस्वती नमस्तुभ्यं वरदे कामरूपिणे विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. അപ്പോൾ നമ്മുടെ നവരാത്രി ഇന്ന് കൊണ്ട് കഴിയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആണല്ലേ, നമ്മുടെ നവരാത്രിയുടെ അവസാന ദിവസമാണ് നമ്മുടെ വിജയദശമി. ഇന്നാണ് നമ്മൾ നമ്മുടെ പൂജയ്ക്ക് വെച്ച ബുക്കും അതുപോലെ നമ്മുടെ ആയുധവും അതുപോലെ പുസ്തകങ്ങളും എല്ലാം എടുക്കുന്നത്. അപ്പം ഇത്രയും ദിവസം നമ്മൾ ദേവീൻ്റെ മുമ്പിൽ സമർപ്പിച്ചേക്കുമായിരുന്നു നമ്മുടെ ബുക്കും കാര്യങ്ങളും എല്ലാം. അപ്പം നമ്മൾ ഇന്ന് അതെടുത്ത് വായിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഒരുപാട് പിള്ളേർ മീൻസ് കുഞ്ഞു വാവകൾ, അതുപോലെ ചെറിയ പിള്ളേർ, എല്ലാ പിള്ളേരും ഒന്ന് വന്നിട്ട് അരിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. വിദ്യാരംഭം ചെയ്യുന്നുണ്ടാകും ഒരുപാട് അമ്പലങ്ങളിലൊക്കെ. നമ്മൾ കളരിയിൽ നമ്മുടെ വീട്ടിലും വരാറുണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാവരും തന്നെ അമ്പലത്തിലാണ് പോയിട്ട് വിദ്യാരംഭം ചെയ്യാറുള്ളത് ഗൈസ്. അപ്പം നമ്മളൊക്കെ മോസ്റ്റായിട്ട് അരിയിൽ എഴുതിയിട്ടുണ്ട്, നാവിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പപ്പയും അമ്മച്ചിയൊക്കെയാണ് കേട്ടോ അരിയിൽ എഴുതിപ്പിച്ചത്, പപ്പയാണ് എഴുതിപ്പിച്ചത്. അപ്പം ഇപ്പം നമ്മളിതാ പപ്പേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡേ. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, കുഞ്ഞാറ്റീൻ്റെ നാവിലൊക്കെ പപ്പയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. മോതിരം കൊണ്ട് തേനിൽ മുക്കിയിട്ടാണ് നാവിൽ ഓം ഹരിശ്രീ എന്ന് എഴുതുന്നത്. അപ്പോൾ ഓമിലാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹരിശ്രീ ഗണപതായ നമഃ അവിഘ്നമസ്തു. അപ്പോൾ അതിലാണ് നമ്മുടെ വിദ്യ ആരംഭിക്കുന്നത്. അപ്പോൾ ദേവിയാണ് നമ്മളെ പാട്ടിനും ഡാൻസിനും എഴുത്തിനും എല്ലാത്തിനുമുള്ള കഴിവ് നമുക്ക് തരുന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ ദേവിയോട് എല്ലാവർക്കും വേണ്ടി ഞാനിതാ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിജയദശമി എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വിജയദശമി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ ഒരു പുസ്തകം എടുത്ത് വായിക്കാം അല്ലേ. അപ്പോൾ അതവിടെ മഹാഭാരതമുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഭാഗവതമുണ്ട്, രാമായണമുണ്ട്, ശിവപുരാണമുണ്ട്. അപ്പം ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ മഹാഭാരതമാണ് കേട്ടോ. അപ്പം മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും നമ്മുടെ ഈ ലോകത്തിലില്ല, അങ്ങനെയല്ലേ കുഞ്ഞാറ്റി? അങ്ങനെയാണ് പറയുന്നത്. കാരണം മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്ക് അതറിയാം. നമ്മളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മളും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ എന്താ നമ്മുടെ മഹാഭാരതമാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ മഹാഭാരതം നോക്ക്, ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എടുക്കാം. അപ്പം ഈ 3 ബുക്സ് നമ്മുടെ അമ്മച്ചി ഭാഗവതമാണ് വായിച്ചത്, നമ്മുടെ കുഞ്ഞാറ്റി ഏത് ബുക്കായിരുന്നു വായിച്ചത്? ഭഗവത്ഗീതയാണ് വായിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ മഹാഭാരതം ഗായ്സ്. ഇപ്പം നമ്മുടെ കവർ പേജിൽ തന്നെ നമ്മുടെ അർജുനനും കൃഷ്ണനും ആണ് കേട്ടോ. അപ്പോൾ അറിയാലോ, എല്ലാവർക്കും സ്റ്റോറികളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമ്മുടെ മഹാഭാരതത്തിൽ ഒരുപാട് സ്റ്റോറീസ് എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മുടെ വ്യാസൻ പറഞ്ഞ് നമ്മുടെ ഗണപതിയാണ് നമ്മുടെ മഹാഭാരതം എഴുതിയത്. അപ്പം നമുക്ക് എന്താണ് തുറക്കാം കേട്ടോ. അപ്പം ഞാനിതാ തുറക്കാൻ വേണ്ടി പോവാണ്. ഒരു കയ്യിൽ അണിയാൻ പറ്റില്ല, ഭയങ്കര വെയിറ്റാണ് കേട്ടോ. അമ്മേ മോസ്റ്റാണ് ഗൈസ്. അപ്പം ഞാനിതാ ഇവിടെയാണ് തുറക്കുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും തുറക്കാം ഗൈസ്. അതെ, എവിടെ നിന്ന് ഫസ്റ്റ് ആണ് തുറന്നോ? ആമുഖമാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആമുഖത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്നത് നല്ല വെയിറ്റാ ഗൈസേ, എന്താ ഗൈസേ കണ്ണു. അതെ. അപ്പം അതാ ഞാനിത് ആമുഖം എടുത്തിട്ടുണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞു 7 പേജ് മറിക്കണം. 7 പേജ് മറിക്കണം. അപ്പം 1 2 3 4 5 6 7 7ാമത്തെ പേജ് കഴിഞ്ഞിട്ട് 8ാമത്തെ പേജിലെത്തി. അപ്പം ഇതിനകത്ത് 7 സെൻറ്റൻസ് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 സെൻറ്റൻസ് ഞാൻ ഒഴിവാക്കി. ഇനി നമ്മൾ 7 അക്ഷരങ്ങൾ ഒഴിവാക്കണം. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു ഞെട്ടി. 1 2 3 4 5 6 7 ഓക്കെ 1 2 3 4 5 6 7. ആഗ്രഹിക്കുന്നു. നിന്റെ ശക്തി വൈഭവം നേരിൽ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഗരുഡൻ. ദേവരാജ, അങ്ങയുടെ ഇച്ഛാനുസാരം നമുക്ക് ചങ്ങാതിമാരാകാം. ശക്തിയെക്കുറിച്ച് എന്ത് പറയാനാണ്? ആത്മപ്രശംസ ചെയ്യുന്നത് ഉത്തമ ഗുണമല്ലല്ലോ. ഒരു മിത്രമെന്ന നിലയിൽ അങ്ങ് ചോദിച്ചത് കൊണ്ട് പറയുകയാണ്. ഈ അലയാഴിയും പർവ്വതങ്ങളും വനങ്ങളും ജീവസമൂഹവും എല്ലാം ചേർന്നുള്ള ഭൂമിയെ ഒരു ചിറകിന് മുകളിലേറ്റാൻ
നിഷ്പ്രയാസം എനിക്ക് കഴിയും. എന്റെ മോനെ, നമ്മുടെ ഗരുഡൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ദേവലോകത്തെന്ന് പറഞ്ഞെത്തി വീരനാം അമൃതേന്തി വന്നൊരാ പക്ഷരാജൻ ശക്തരിൽ ശക്തനാണവൻ ഗരുഡൻ. ഇതാണ് ഇതാണ് ഗായ്സ് നമ്മളന്ന് ഇതിനു മുമ്പിട്ട് റീൽസിനകത്ത് ഉണ്ടായിരുന്നു. ഗരുഡനെ പറ്റിയാണ് നമ്മൾ പാടിയത്. കണ്ടോ, ഭൂമിനെ ഒരു കയ്യില്, അതായത് നമ്മുടെ ഈ ഭൂമിയെയും പർവ്വതങ്ങളെയും വനങ്ങളെയും അലയാഴിയെയും ജീവസമൂഹവും എല്ലാം ചേർന്നിട്ടുള്ള ഈ ഭൂമിയെ ഒരു ചിറകിന്റെ കീഴിൽ ഒതുക്കാനാണ്. ഒരു ചിറകിന്റെ കീഴിൽ, കയ്യിലല്ല, ഒരു ചിറകില് പ്രയാസം മുകളിലേറ്റാൻ ആർക്ക് പറ്റും? നമ്മുടെ പറ്റും. ഒരു ചിറകെന്നാ പറഞ്ഞേ, ഒരു ചിറക് എന്താണല്ലേ. അപ്പൊ നമ്മുടെ ഗരുഡന്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് അത്രയും ഫേവറേറ്റ് ആണ് കേട്ടോ ഗരുഡൻ എന്ന് പറയുമ്പോൾ. എനിക്ക് അതെ. അപ്പൊ അങ്ങനെ ഒത്തിരി ഇഷ്ടം പോലെ സ്റ്റോറീസ് ഉണ്ട്. നമ്മുടെ ഗരുഡന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുനികളെ എടുത്തോണ്ട് പോയ ഒരു കാലില് ആനയും ഇപ്പുറത്തെ കല്ല് ആമയുണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമാണ് സ്റ്റോറീസ്, നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുമായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതാ നമ്മള് ദേവീനോട് പ്രാർത്ഥിച്ച് നമ്മുടെ വിദ്യാരംഭം പ്രാർത്ഥിച്ച് ഐശ്വര്യമായി ചെയ്തിട്ടുണ്ട്. മഹാഭാരതമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ സാരി ഇതാ പോയി. അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. വിദ്യാരംഭം നല്ലൊരു ആരംഭം ആവട്ടെ കേട്ടോ.